ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. അതിനു വേണ്ടി 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഇതൊരു അരമണിക്കൂർ അടച്ചു വയ്ക്കാം. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പു, 3 ചെറിയ പീസ് കറുവാപ്പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു തക്കോലത്തിൻ്റെ പകുതി അത് മാറ്റി വെച്ചിട്ടുണ്ട്. കരിയാതെ വേണം അത് മുറിച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 10 ചുവന്നുള്ളി, ഒരു സവാളയും, ഒരു 10 വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി എന്നിവ ചേർത്ത് നമുക്കിനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണിത്. നന്നായിട്ട് നമുക്കിതൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ആ മസാല നമ്മൾ പൊടിച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിയാണ് സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് അടച്ചു വയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണിത്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇളം ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്നൊന്ന് നോക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.